കമ്പത്ത് മുന്തിരിത്തോട്ടത്തിൽ ഒന്നിച്ചു മുന്തിരിത്തോട്ടം കാണാൻ വന്നാണ് കൈ. എത്ര ഫീൽഡിങ് കണാരൻ ഗെയിം ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഗെയിം. പൈസ ഉണ്ടാക്കി തരുമെന്ന് നോക്കട്ടെ. ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. 8 മേടിച്ചാൽ കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ് മേടിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിക്കാൻ പറ്റുമോ എനിക്ക്? ശരി, ഓക്കെ. റെഡിയാ? ആ, ഒന്ന് പോയേ. ആ, 2 പോയേ. 3. മൂന്നെണ്ണേ കിട്ടിയുള്ളൂ. 3 50 രൂപ വന്നല്ലോ. 3 മേടിച്ചു. കൂടുതലൊന്നും പറയാം. തോറ്റുപോയില്ലയോ? അപ്പാ ഇനി അവസരം തരാം. നമുക്ക് പോയി മുന്തിരിത്തോട്ടം കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ആരംഭിക്കുന്നത് കമ്പത്തുള്ള, നമ്മൾ കമ്പം തേനി വന്നതാണ്. കമ്പത്തുള്ള മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി വന്നതാണ്. പോകുന്ന വഴി നല്ല കുതിര സവാരിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കുതിരക്കൊക്കെ ഇവിടെ കണ്ടുപോലെ രണ്ടുപേരും ഒരുപോലെ മുന്തിരത്തോട്ടത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം മുന്തിരി. ഇവിടെ പാസ് എടുക്കണം. അഡ്വഞ്ചേഴ്സ് കൂടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഹൈ റോപ്പ്, സ്ലോ റോപ്പ്, സൈക്കിള്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഞങ്ങളിവിടെ എൻട്രി പാസ്. നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. മുന്തിരി, വൈൻ, ഡ്രൈ ഗ്രേപ്സ്, വൈൻ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഷോപ്പുണ്ട്. പോപ്കോൺ മേടിക്കാം. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് കടക്കുകയാണ്. കണ്ട കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ മുന്തിരി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണാം. പ്രത്യേകം പറയാനുണ്ട്, മുന്തിരി പറിക്കരുത്, മുന്തിരിയെ പ്ലക്കരുത്. ഓക്കെ, 500 രൂപ ഫൈൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. ഇപ്പോൾ മുന്തിരിയാണ് കണ്ട. നമുക്ക് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരി വേണമെങ്കിൽ വാങ്ങാം. 50 രൂപയാണ് അവർ പറയുന്ന വില. പക്ഷേ കണ്ടോ, കണ്ടോ നല്ല നല്ല മുന്തിരിയാണ്. കണ്ട, ഞാനിവിടെ വ്ലോഗ് ചെയ്യുന്ന കണ്ടില്ല അവസരേ, നിർത്തി വെക്കാൻ. കണ്ടോ, നല്ല നല്ല മുന്തിരിങ്ങയാണ്. പക്ഷെ ഇതൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും മേടിക്കാൻ പറ്റില്ല. മേടിക്കാം, പക്ഷെ ഇതൊന്നും പറിച്ചെടുക്കാൻ പറ്റില്ല. കൃഷി ചെയ്തിട്ടേക്കുന്നു. എന്താ കിട്ടിയാലും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടോ? അടുത്തോട്ട് പോ. എന്ത് കാട്ടിയാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറാമാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത രീതി. ഇതിനകത്തെന്തോ ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, അറിയില്ല, നോക്കാം. ഇതിന്റെ അർത്ഥം എന്താ അറിയാം? 1800 രൂപ മുന്തിരി മേടിക്കാം, 1800 രൂപ മുന്തിരി മേടിക്കാം, വെള്ളം ഒഴിച്ചടിക്കാം, 1782 ലിറ്റർ കിട്ടും. ഫോട്ടോ സെക്ഷനൊക്കെ വേണ്ടി അവരിവിടെ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കേവ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്ന ആളുകൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ മലയാളത്തിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ചെറിയ ഗാർഡൻ പോലെ, ഫോട്ടോ സെക്ഷൻ പോലെയൊക്കെയുള്ള
കൃഷി തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്. അഫ്സലിനൊക്കെ പറ്റിയ പ്രായത്തിൽ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പാർക്ക് പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേരക്കൃഷിയുണ്ട്. പൂക്കളുടെ ചെറിയ കൃഷി നടത്തുന്നുണ്ട്. ഇതെന്നാ സാധനം? ഇതെന്താ സാധനം എന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും കാണാൻ കൊള്ളാം. എന്തോ കൃഷിയാണെന്ന് മനസ്സിലായി. കരിമ്പല്ല, നാരങ്ങ. ആ പോടാ. നാരങ്ങയുണ്ട്. നാരങ്ങ കൃഷിയുണ്ട്. പേരക്കയുണ്ട്. പേര കൃഷി ചെയ്യുന്നുണ്ട്. ചോള കൃഷിയുണ്ട്. പുലിയുടെ കൂടെയുള്ള ഫോട്ടോ എടുക്കാൻ അദ്ദേഹം ജോൺ പെന്നിക്വിക്ക്. ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആർക്കിടെക്റ്റായിട്ടുള്ള ജോൺ പെന്നിക്വിക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. നെൽകൃഷിക്കുള്ള ചോദിക്കുന്നു. ഒരു ഫോട്ടോ എടുക്കാനുള്ള ഭയങ്കര തത്രപ്പാടിലാണ്. ജോൺ പെന്നിക്വിക്കിനെ പറ്റി നമുക്കറിയാമില്ല. അദ്ദേഹം ആരാണെന്നുള്ളൊരു ചെറിയ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ട് 1841 അദ്ദേഹം ജനിച്ചത്. ജനുവരി 15 പൂനെയിലാണ് ജനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് ഇതുപോലെ തന്നെ അപ്പുറത്തും നമ്മൾ വന്നതിൻ്റെ ഇതിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് MSR എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിലാണ്, കമ്പത്തുള്ള. ഇത് തന്നെ ഓപ്പോസിറ്റായിട്ട് തന്നെ വേറെ തോട്ടമുണ്ട് അവിടെ. പക്ഷേ ഇതുപോലെയുള്ള ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്തു വെച്ചിട്ടില്ല. അവിടെ തോട്ടം മാത്രമേ ഉള്ളൂ. ഒരാളെ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ ഒരു ചെറിയൊരു രൂപം കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആംബിയൻസ് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മുന്തിരിത്തോട്ടത്തിൽ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. അഫ്സലിനെന്ന് വെച്ചാൽ ഫോട്ടോജനിക്കാണ്. എപ്പോഴും ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുത്തുകൊണ്ടേ ഇരിക്കണം. കേട്ടോ, എന്ത് കാണിച്ചാലും കോപ്രായം കാണിക്കാൻ വേണ്ടി കേട്ടോ അരയ്ക്കുക, കേട്ടോ. ഇമ്മാതിരി കൂട്ടുകാരോട്ടുള്ള കുഴപ്പം ഇതേ കേട്ടോ. നല്ലൊരു മുന്തിരിത്തോട്ടത്തിൽ അതിൽ എന്തോ ഒരു തോന്നിയാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മുന്തിരി കഴിക്കാൻ വന്നതാണ്. അറിയാതെ മുന്തിരിങ്ങ പ്ലക്കി. ഞാൻ രണ്ടാമത് പ്ലക്കി. നല്ല ഫ്രഷ് സാധനം, ഫ്രഷ്. അപ്പോൾ കമ്പത്തേക്കുള്ള കാഴ്ച ഇത്രയൊക്കെയാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.